വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാകുകയില്ല. ഇത് തന്നെയാണോ അതിന്റെ വിശ്വാസം? യഥാർത്ഥത്തിൽ അക്കാര്യത്തിന്റെ വിശ്വാസം അതേ വിശ്വാസം ഞാൻ പറയുന്നില്ല. മുജാഹിദ് നേതാവ് ഷംസുദ്ദീൻ മദനി ജിന്നമോലി ഉണ്ടല്ലോ, ഷംസുദ്ദീൻ മദനി പാലത്ത് പറഞ്ഞൊരു ഖുർആൻ വെച്ചുകൊടുത്ത ഒരു വസ്തുവിന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്താൽ പോലും അതെന്താവൂല, ശിർക്കാവൂല, ആരാധനയാവൂലാന്ന് ഷംസുദ്ദീൻ മൗലവി പാലത്ത് പറഞ്ഞൊരു ക്ലിപ്പുണ്ട്. അത് വെച്ചുകൊടുത്താൽ പ്രശ്നം പരിഹരിക്കും. വിശ്വസിക്കുന്നവരാണ്. അദൃശ്യമെന്ന് പറഞ്ഞാൽ കേവലം കാണാത്തത് എന്നല്ല, കേവലം നമ്മുടെ പരിധിക്കപ്പുറത്തുള്ളത് എന്നല്ല, അതിനെല്ലാം ഉപരിയായി ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് എന്നാണ്. അറ്റം എന്നുള്ളതിന് ആയത്ത് എന്നാണ് പറയുക. അഖ്സ എന്ന് മാത്രമായി പറഞ്ഞാലോ അറ്റത്തിന്റെയും അപ്പുറമാണ്. അഖ്സ അങ്ങേയറ്റമാണ്. അഖ്സ ഗായത്ത് എന്ന് പറഞ്ഞാലോ അറ്റത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം, അഥവാ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖല. അതിനാണ് മലയാള ഭാഷയിൽ അഭൗതികത എന്ന് പറയുക. തഫ്സീറുകൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇബാദത്തിന് നൽകപ്പെട്ട നിർവചനങ്ങളിൽ ഏറ്റവും വ്യാപകമായും പ്രചാരമായും ഇതിലും നമ്മൾ കാണുന്നത് എന്താണ്? അഖ്സ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? വിനയത്തിന്റെ, വണക്കത്തിന്റെ, ഏത് ഒരു സർക്കാരിനെ കേവലം അനുസരിക്കുന്ന വിഷയമല്ല, അങ്ങേയറ്റം അല്ല, അറ്റത്തിനുമപ്പുറം. അതെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഭൗതികത. അഭൗതികമായ വണക്കമില്ലാതെ, അഭൗതികമായ അർപ്പണമില്ലാതെ ആരാധന ഉണ്ടാവുകയില്ല. ആരാധനയിൽ എന്നിങ്ങനെയുള്ള രണ്ടു വശങ്ങൾ ഉണ്ടാകും. ഈ രണ്ടു വശങ്ങൾ ഉൾച്ചേർന്ന ഏത് വിഷയവും, അത് പ്രാർത്ഥനയാകട്ടെ, നേർച്ച വഴിപാടുകളാകട്ടെ, മനസ്സിന്റെ സങ്കല്പങ്ങളായിരുന്നാൽ പോലും, ഞാനൊരു ചിഹ്നം കാണുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഞാനൊരു മഖ്ബറ കാണുന്നു, ആ മഖ്ബറ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ഭയവികാരം, ഒരു പ്രത്യേകമായ തഖ്വ ഇങ്ങനെ കടന്നു വന്നു എന്ന് കരുതുക. ആ തഖ്വയുടെ പേരിൽ ഒരു ചേഷ്ടയും ഞാൻ നടത്തിയില്ല, തലകുനിച്ചില്ല, മഖ്ബറയിലുള്ള ആളോട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അഭൗതികമായ ഒരു വികാരം, ആരാധനാപരമായ ഒരു ഭാവം, പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അത് മാത്രം മതി ഒരു കാര്യം ഇബാദത്താകാൻ. ഇതില്ലാതെ നമ്മൾ സുജൂദിൽ കിടന്നാലും ആ സുജൂദ് പാപമായേക്കും എന്നല്ലാതെ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതില്ലാതെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ, ഒരു ബിംബത്തിന് മുമ്പിൽ, മക്കളുടെ മുമ്പിൽ സുജൂദ് കടന്നാൽ പോലും അത് പാപമാകുമെന്നല്ലാതെ ആരാധനയാണെന്ന് പറയാൻ പറ്റൂല. ഇത് മടവൂർ ഗ്രൂപ്പല്ല, നിങ്ങളെ ഗ്രൂപ്പ് തന്നെയാണ്. അതാ രസം. ഞങ്ങളെ വലിയ പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൂപ്പരേത് ഗ്രൂപ്പാന്ന് വരെ എനിക്കറിയാം. ഞങ്ങൾ ഈ പരിസരത്തിലെല്ലാം മുഖാമുദ്ര മൂപ്പരെതിരെ വന്ന് സഹകരിക്കാനുള്ള ഒരു മനുഷ്യനാണ്. അത് എന്നിട്ട് പറയട്ടെ. അപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞാൽ കണ്ടിച്ചോ? ഹൊസൻകുടി സംഭവത്തിൽ വെച്ചിട്ട് എന്താ പേരോട് ഉസ്താദ് മറുപടി എന്താ? ശിർക്കാണോ അല്ലേ? മുജാഹിദ് നേതാക്കളൊക്കെ പറഞ്ഞ അതേ മറുപടി. അത് മറുപടി. അപ്പൊ ശിർക്കാണെന്ന് പറഞ്ഞാലോ? അല്ല, ഞങ്ങൾ മുജാഹിദ് മറുപടിയൊക്കെ പറഞ്ഞ അതേ മറുപടി. ഞങ്ങളെ ഉസ്താദം പറഞ്ഞേ കേൾക്കുന്നില്ലോ. ഉസ്താദ് പറഞ്ഞതൊക്കെ എന്റെ കേട്ടോ, ഞാൻ അപ്പൊ ഒപ്പിട്ട് ഞാൻ ഉസ്താദ് ഇങ്ങനെ പറയാൻ ഞാൻ കിട്ടാൻ കൊടുത്തു. അങ്ങനെയല്ലോ, അതാ രസം. ആണ് അത് ഉസ്താദ് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതാണ്. അതെ, അത് നിങ്ങൾ പറയണ്ട. അതൊന്നും എതിരല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നും പ്രശ്നമില്ല. നിങ്ങളിപ്പോ അതൊക്കെ ഞാൻ ഹല്ലാക്കി തരാം. അതൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ബേജാറാകണ്ട. ഇത് ബേജാറല്ല ഉസ്താദേ, ഇത് ഹൊസൻകുടി സംവാദം കറങ്ങാൻ തന്നെ കാരണമായ ഒരു കാര്യമാണ്. ഇത് ശിർക്കല്ലാന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി പഴച്ചു നിൽക്കാതെ ഒരു സക്കാഫി കാവ്യനായി പോയി എന്ന് പറഞ്ഞ പേരോട് ഉസ്താദാ. ഈ ഹൊസൻകുടി സംവാദം കറങ്ങാൻ ഈ ഒരൊറ്റ കാരണം ഉണ്ടായത്. ഞാൻ ആ സംവാദത്തിന് നേതൃത്വം കൊടുത്ത ആളാ, ശ്രോതാവുമല്ല. പേരോട് ഉസ്താദും അള്ളാഹു തോഫീഖോട് ഉസ്താദുമാരെ കുറിച്ച് ഞാനും പേരോട് ഉസ്താദും തന്നെ എനിക്ക് വാദപ്രയാസം നടത്തിയത്. നിങ്ങളതിൽ പങ്കെടുത്തോന്ന് എനിക്കറിയില്ല. അതിലുള്ള കലങ്ങാനുള്ള കാരണമെന്നല്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ കൽപ്പിച്ചതരാം. എന്താ കലങ്ങാനുള്ള കാരണം? മുജാഹിദുകൾ പറഞ്ഞു, ഇപ്പൊ സക്കരിയ സലായി പറഞ്ഞ് സുന്നികൾ ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം എന്നിടത്ത് വരെ എത്തി. അത് ഇപ്പൊ എന്നിട്ടൊക്കെ സുജൂദ് ചെയ്യാൻ, ഖബറിന് മാത്രല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ കേമ്പോലിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദും അല്ല. ഉസ്താദ് നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുത്ത് ഇയാളെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ. ഇയാള് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അയാൾ നിഷേധിക്കുന്നത്
ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്. ഞാൻ ആ ക്യാമറയുടെ മുമ്പ് കാണിക്കണ് ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചാൽ ഇരിക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ഞങ്ങൾ വായിച്ചു. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂര ബുക്കർ പോലും എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാ? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്. നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞതിന്റെ വിഗ്രഹത്തിന് സുജൂദാ, മറ്റതും മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ടു തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷനെ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത്